ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഇനി എന്താണ് പറയുന്നത്? അല്ലാത്ത കാര്യങ്ങൾ, വേദനയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളല്ല, വേദനയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും മാക്സിലോഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം. ഇല്ല, അങ്ങനല്ല. ഈ പറഞ്ഞ പോലെ തലച്ചോറിനൊരു ക്ഷതം ഉള്ളപ്പോൾ അതൊരു 48 മണിക്കൂറെങ്കിലും അതിനകത്ത് ഒബ്സർവേഷൻ തന്നെ വേണ്ടി വരും. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സ്റ്റേബിളായി തുടരുന്നുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ സ്റ്റേബിളായി തുടരുന്നുണ്ട്. പോലീസ് വന്നാൽ പോലീസിന് മൊഴിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് അവരുള്ളത്. അത് പോലീസ് വരട്ടെ. പോലീസ് വിളിക്കുമ്പം പോലീസുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ കുഴപ്പമില്ല. പോലീസ് വന്നാൽ അവർക്ക് മൊഴി കൊടുക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലുണ്ടോ? അവരിപ്പം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പോലീസ് വന്നിരുന്നു. പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവർ കുറച്ച് മയക്കത്തിലായിരുന്നു. ഒരു വേദനയ്ക്കുള്ള മരുന്നിൻ്റെ സെഡേഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്ന് അവർ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ബന്ധു പറഞ്ഞിരുന്നു ബോധം വന്നപ്പോൾ രണ്ടാമത്തെ മകനെ അന്വേഷിച്ചു എന്നുള്ളത്. ഇല്ല, അറിയില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രമല്ല, വേദനയുണ്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇന്നലെയും ബെറ്റർ ആയിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും കുറച്ച് സ്റ്റേബിളായി. അതേ നിലവാരത്തിൽ തന്നെ തുടരുന്നുണ്ട്. തലയിൽ മുറിവുകളുണ്ടായിരുന്നു, അതേ പറയാൻ പറ്റും. ബാക്കി അത് നമുക്കത് പറയാൻ പറ്റില്ല. അത് ബാക്കി പോലീസും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ട് തലയിൽ മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവുകൾ വീഴ്ചയിൽ പറ്റിയതാണെന്നുള്ളതാണ് ഒരു ഫൈൻഡിങ്സ്. അത് അവർ നോക്കട്ടെ. അതിൻ്റെ ഇപ്പം ഞാൻ മറ്റ് ഭാഗമാണ് ഞാൻ നോക്കുന്നത്. അതെ. ഇല്ല, മറ്റു ഭാഗങ്ങളിലൊന്നും മുറിവില്ല. മുഖത്ത് എല്ലുകൾക്ക് പൊട്ടലുണ്ട്. മുഖത്തെ താടിയെല്ല്, തലയോട്ടിയുടെ എല്ലിന് പൊട്ടലുണ്ട്. അത് കഴിയുന്നുണ്ട്. അതല്ല, ഈ മുറിവുകൾ ഇതാണ് മെയിനായിട്ടുള്ളത്. കഴുത്തിൽ ഷാൾ മുറുക്കിയതിന് എന്തെങ്കിലും ലക്ഷണമുണ്ടോ? ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. മറ്റല്ലാതെ വലിയ കാര്യങ്ങൾ കാണുന്നില്ല. അതൊരു ഞാൻ പറഞ്ഞല്ലോ, മറ്റ് വിഭാഗം പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പോലീസിനെ ഇൻഫോം ചെയ്തോ? അതെ. ശരി.